ജി സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് പോരിന്റെ തുടർ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മാധ്യമങ്ങളോടൊന്നും ജി സുധാകരൻ പ്രതികരിച്ചിട്ടില്ല. തീരുന്നില്ല, ജി സുധാകരൻ NSS നേതൃത്വവുമായും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തി ജി സുകുമാരൻ നായർ അടക്കമുള്ള NSS നേതൃത്വവുമായും കൂടി ജി സുധാകരൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോൾ സുധാകരൻ ഉറച്ചു തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാർട്ടിക്കെതിരെ ചില വിമത ശബ്ദമുയർത്തി ചില കാര്യങ്ങൾ പറയുക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രംഗത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പതിവ് രീതികളിൽ തന്നെയാണ് സുധാകരൻ്റെ പോര് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് പറഞ്ഞതാണ്, ജി സുധാകരനെ ഒപ്പം നിർത്താൻ CPM തയ്യാറാവണം, ജി സുധാകരൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കണിച്ചുകുളങ്ങരയിൽ കൂടിക്കാഴ്ചയിൽ ആ പിന്തുണ തന്നെയാവണം ചർച്ചയായിട്ടുള്ളത് എന്ന് നമുക്ക് കരുതാം. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അമ്പലപ്പുഴയിൽ പോരിനുറച്ച് തന്നെ ജി സുധാകരൻ എന്നതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. അവിടെ ആ നിർണായക നീക്കത്തിൽ സുധാകരൻ ലക്ഷ്യമിടുന്നത് CPMൻ്റെ പരാജയമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ CPM നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ തന്നെയാണ് ഏറ്റവും വലിയ വിമർശനം സുധാകരനുള്ളത്. പാർട്ടിയുമായുള്ള പുതിയ തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. തൻ്റെ പിൻഗാമിയായി എത്തിയ H. സലാം MLAക്കെതിരെ പരസ്യ നീക്കങ്ങൾ പലത് നടത്തിയിട്ടുണ്ട് ജി സുധാകരൻ. ഒപ്പം ഈ പാർട്ടിയിലെ പുതിയ രീതിയിൽ തനിക്കെതിരെ നീക്കം നടത്തുന്നതിന് പിന്നിൽ H. സലാം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ജി സുധാകരൻ ഉന്നയിച്ച ആക്ഷേപം. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ജി സുധാകരൻ വളരെ ഉറച്ച നീക്കമാണ്. കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പായി കഴിഞ്ഞു. പിന്നാലെ തന്നെ സമുദായ നേതാക്കളെ കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്തൊക്കെയാണ് സുധാകരൻ്റെ നീക്കം? കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളിയെ കണ്ടതിന് പിന്നാലെ NSS നേതൃത്വവുമായും ചർച്ച നടത്തുമോ? സജിത്ത്, ഈ വെള്ളാപ്പള്ളി നടേശനെ അരമണിക്കൂർ മുമ്പാണ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടത്. കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയായിരുന്നു വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ജി സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള ദിവസം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്ന് ജനപ്രതിനിധി ആകേണ്ട ആളാണ് എന്നുള്ള പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ CPM പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം, ഈ നിയമസഭയിൽ ഉണ്ടാവേണ്ട ആളാണ് സുധാകരൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. പക്ഷേ UDFിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. അത്തരത്തിൽ ജി സുധാകരൻ പോകരുത് എന്നുള്ളൊരു നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തിരുന്നത്. ഇപ്പോൾ വീണ്ടും ജി സുധാകരൻ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജി സുധാകരൻ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ദീർഘകാലമായി ബന്ധമുള്ള ആളാണ് ജി സുധാകരനും വെള്ളാപ്പള്ളി നടേശനും. അതുകൊണ്ട് തന്നെ SNDPയുടെ പ്രത്യക്ഷ പിന്തുണയിലേക്ക് അവർ കാര്യങ്ങൾ പോയില്ലെങ്കിലും സുധാകരനായുള്ള സഹായം അമ്പലപ്പുഴയിൽ ലഭ്യമാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, നമ്മൾ അമ്പലപ്പുഴയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വോട്ടുകൾ ഉള്ളത് ഈഴ വോട്ടുകളാണ്. അതിനുശേഷമാണ് മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ തേടുക എന്ന ലക്ഷ്യം കൂടി ജി സുധാകരനുണ്ട്. അദ്ദേഹം കൃത്യമായ കണക്കൂട്ടലുകളോട് തന്നെയാണ് പോകുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട ജി സുധാകരന്റെ സന്ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം കാക്കാഴം ജുമാ മസ്ജിദിൽ വെച്ചിട്ട് ഒരുക്കിയ വിരുന്നിൽ അവർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജി സുധാകരൻ അവിടെ എത്തുകയും ചെയ്തു. അത്തരത്തിൽ കൃത്യമായ ഓരോ പരിപാടികളിലും പങ്കെടുത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് വളരെ കൃത്യമായി തന്നെ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ UDF പിന്തുണ കൂടെ വന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ നിന്നുള്ള SNDP യോഗം നേതാക്കന്മാർ ജി സുധാകരന്മാരെ, ശാഖായോഗം പ്രസിഡന്റുമാർ ജി സുധാകരനെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കൃത്യമായ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിച്ച് നേരത്തെ സജി സൂചിപ്പിച്ചതുപോലെ തന്നെ നിഷ്പക്ഷ വോട്ടുകളെ കൂടി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക, ഒപ്പം പാർട്ടിയിൽ നിൽക്കുന്ന വിമത നീക്കം അല്ലെങ്കിൽ പാർട്ടിയിൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു മത്സരത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ശക്തി പ്രകടനത്തിനെതിരെ ജി സുധാകരൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി കടന്നാക്രമിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നാസർ കേസുകാരനാണെന്നും ആലപ്പുഴയിൽ നടന്ന പ്രകടനത്തിൽ
2000 പേർ പങ്കെടുത്തു എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ പോലും അവിടെ 1200ഓളം പേർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അത് ഈ ആലപ്പുഴയിലെ മെമ്പർഷിപ്പിന്റെ പകുതി ആളുകൾ പോലും അവിടെ എത്തിയിട്ടില്ല അമ്പലപ്പുഴയിലേത് എന്നുള്ള വിമർശനമായിരുന്നു ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി, നമുക്കറിയാം ദീർഘകാല പാർലമെന്ററി പരിചയമുള്ള ആളാണ്. അതോടൊപ്പം ആലപ്പുഴയിലെ എല്ലാ CPM നീക്കങ്ങളുടെയും കടിഞ്ഞാണായി നിന്ന് അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി സുധാകരന്റെ രാഷ്ട്രീയ നീക്കം എങ്ങനെ നടത്തണം എന്നറിയാം. അതിന്റെ ഒരു മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മറ്റു മറുപടികളിലേക്കൊന്നും പോയിട്ടില്ല. അതോടൊപ്പം UDF-ന്റെ പിന്തുണ ലഭ്യമാകുമെന്നുള്ള വിവരം പുറത്തു വന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് തന്നെ ആരും അറിയിച്ചിട്ടില്ല. UDF നേതാക്കന്മാർ തന്നോട് സംസാരിച്ചിട്ടില്ല. അത്തരത്തിലൊരു കാര്യം അവർ തന്നെ അറിയിക്കാത്തത്തോളം കാലം ഇതിനകത്ത് പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി UDF നേതാക്കന്മാർ അദ്ദേഹത്തിന് വീട്ടിലെത്തി കാണുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് വരും മണിക്കൂറുകൾ ഉള്ളത്. എന്തായാലും അമ്പലപ്പുഴ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. ശരണ്യ സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാഴ്ച അതാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പിന്തുണയോടുകൂടിയല്ലേ ദേശീയ തലത്തിൽ CPM നിലനിൽക്കുന്നത് എന്ന വാദമൊക്കെ സുധാകരൻ വാർത്താസമ്മേളനത്തിൽ ഉയർത്തിയതാണ്. അപ്പോൾ ഇനി നേതൃത്വവുമായി ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളും KC വേണുഗോപാലൊക്കെയായി നല്ല ബന്ധമുണ്ട് ജി സുധാകരന്. അദ്ദേഹം നേരത്തെ തന്നെ രാഷ്ട്രീയത്തിനപ്പുറം അവരുടെ വേദികളിൽ പങ്കെടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ സുധാകരനെ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാക്കൾ കണ്ടേക്കാം. ആ ഒരു നീക്കവും രാഷ്ട്രീയ നീക്കവുമാണ് ഇനി പ്രകടമാവാനുള്ളത്. അപ്പോൾ ജി സുധാകരൻ ഉറച്ചു തന്നെയാണ് അമ്പലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം കൂടി വരും. ഉടൻ തന്നെ അദ്ദേഹം ആ പിന്തുണ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഒപ്പം NSS അടക്കമുള്ള മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. CPM അണികളിൽ നിന്ന് എത്ര കണ്ട് വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്തായാലും സുധാകരൻ ഇനി സുധാകരൻ്റെ വഴിക്ക് തന്നെ എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. യെസ് സുധാകരനെ പുകഴ്ത്തി തന്നെയാണ് വെള്ളാപ്പള്ളി. സുധാകരൻ മികച്ച മന്ത്രിയായിരുന്നു എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരുന്നു ജി സുധാകരനെ ഒപ്പം നിർത്തി CPM മുന്നോട്ട് പോകണം. സുധാകരൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന കാര്യം. മികച്ച മന്ത്രിയായിരുന്നു സുധാകരൻ, അദ്ദേഹം മത്സരിക്കുന്ന കാര്യം തന്നെ അറിയിച്ചു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവിടെ ഈഴവ സമുദായത്തിനും SNDP യൂണിയനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു നിർണായക മുഖം കൈവരുന്നത്. 20 മിനിറ്റോളം നിന്നാണ് സാഹചര്യങ്ങൾ അവർ സംസാരിച്ചത്. പക്ഷേ ജി സുധാകരൻ ഒരു കാര്യവും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് സംസാരിച്ചെന്നും എന്ത് കാര്യങ്ങൾ പങ്കുവച്ചു എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.